നമസ്കാരം. ബി.എഡ് കോഴ്സിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ഘടകമാണ് EPC ടാസ്കുകൾ. EPC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഹാൻസിങ് പ്രൊഫഷണൽ കപ്പാസിറ്റി എന്നാണ്. നമുക്കറിയാം B.Ed ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ കോഴ്സിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷന് വേണ്ട കപ്പാസിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് EPC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ EPC ആയിട്ട് വരുന്നത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം റീഡിംഗ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ടെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഇതിലെ ടാസ്കുകൾ ചെയ്യുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ വിവിധ കോണ്ടെക്സ്റ്റിലുള്ള ഭാഷ മനസ്സിലാക്കാനും ഓരോ ഇൻസ്ട്രക്ഷണൽ കോണ്ടെക്സ്റ്റിലും അതെങ്ങനെ വാരി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ റീഡിംഗ്, റൈറ്റിംഗ്, തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻഹാൻസ് ചെയ്യാനും ഈ ഒരു EPC പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാനും ഇത് സഹായകരമാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കേട്ട് മനസ്സിലാക്കാനും ഈ ഒരു EPC വളരെയധികം ഉപകാരപ്രദമാകുന്നു. ഫസ്റ്റ് സെമിസ്റ്ററിലെ EDU 102 എന്നുള്ള EPCയിൽ പ്രധാനമായി 7 ടാസ്കുകളാണ് വരുന്നത്. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് വിവിധ കരിക്കുലർ കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ കുറിച്ചാണ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ലാംഗ്വേജ്, അതുപോലെ എക്സാമിനേഷനിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ആർട്ടിക്കിൾസ്, സെമിനാർസ്, ഡിബേറ്റ്, വർക്ക്ഷോപ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ആ ലാംഗ്വേജിനൊന്നും ചില പ്രത്യേകതകളുണ്ട്. ആർട്ടിക്കിളിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ല നമ്മൾ ഒരു എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനാണ് ഈ ഒരു ഫസ്റ്റ് ടാസ്ക് നമ്മളെ സഹായിക്കുന്നത്. രണ്ടാമത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സ്കൂളിലെ 2 സബ്ജക്ട് ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്ത് അവിടുത്തെ ഡിസിപ്ലിൻ സ്പെസിഫിക് ലാംഗ്വേജ്, ടീച്ചർ ലാംഗ്വേജ് ആൻഡ് സ്റ്റുഡന്റ് ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കി അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് എൻഗേജിംഗ് വിത്ത് നറേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് അക്കൗണ്ട്സ്. ഒരു ഷോർട്ട് സ്റ്റോറിയോ ഡ്രാമയോ നോവലോ ട്രാവലോ ഏതെങ്കിലും ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മൂന്നാമത്തെ ടാസ്ക്. നാലാമത്തെ ടാസ്ക് എൻഗേജിംഗ് വിത്ത് പോപ്പുലർ സബ്ജക്ട് ബേസ്ഡ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ്. ഏതെങ്കിലും ഒരു പോപ്പുലർ ആയിട്ടുള്ള സബ്ജക്ട് ബേസ്ഡ് എക്സ്പോസിറ്ററി റൈറ്റിംഗ്, ആർട്ടിക്കിൾ ആയിരിക്കാം, ബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ആയിരിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് നടത്തുന്നതാണ് നാലാമത്തെ ടാസ്ക്. അഞ്ചാമത്തെ ടാസ്ക് എൻഗേജിംഗ് വിത്ത് ജേർണലിസ്റ്റിക് റൈറ്റിംഗ് ആണ്. ആറാമത്തെ ടാസ്ക് എൻഗേജിംഗ് വിത്ത് സബ്ജക്ട് റിലേറ്റഡ് റെഫറൻസ് ബുക്സ്. ഇപ്പൊ പലരിലും കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് റെഫറൻസുകളൊക്കെ കുറഞ്ഞു വരുന്നു. കുട്ടികളെ ബുക്സ് റെഫർ ചെയ്യുന്നതൊക്കെ വളരെയധികം കുറഞ്ഞു വരുന്നു. എങ്ങനെയാണ് ഒരു ബുക്ക് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കോട്ട് ചെയ്യേണ്ടതെന്നൊന്നും പലർക്കും അറിയില്ല. സോ അതൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആറാമത്തെ ടാസ്ക് വന്നിട്ടുള്ളത്, എൻഗേജിംഗ് വിത്ത് സബ്ജക്ട് റിലേറ്റഡ് റെഫറൻസ് ബുക്സ്. ഇനി അവസാനത്തെ 7ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എൻഗേജിംഗ് വിത്ത് എഡ്യൂക്കേഷണൽ റൈറ്റിംഗ് ആണ്. സോ ഓരോ ടാസ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. സോ ആ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സ്കിൽസും കപ്പാസിറ്റീസും ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിലെ ഓരോ ടാസ്കുകളും എങ്ങനെയാണ് ചെയ്തതെന്നും ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നും അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നും ഒക്കെ നമ്മുടെ കുട്ടികൾ വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ ടാസ്കിനെ കുറിച്ച് പറയുന്നത് സ്നേഹയാണ്. ടാസ്ക് 1 പ്രസന്റ് ചെയ്യുന്നത് സ്നേഹയാണ്. ടാസ്ക് 2 അനഘ. ടാസ്ക് 3 അമൃതയാണ് പറയുന്നത്. 4th ടാസ്കിനെ പറ്റി പറയുന്നത് നാദിയ ഖാദറാണ്. രചിതയാണ് 5th ടാസ്കിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് 6th ടാസ്ക് നന്ദിതയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് 7th ടാസ്കിനെ കുറിച്ച് പറയുന്നത് ജോസ്ഫിൻ ആണ്. ഹായ് ഓൾ, ഐ എം സ്നേഹ ഫ്രം സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മുടെ EPC ടാസ്കുകൾ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഇതിൽ 7ഓളം ടാസ്കുകളുണ്ട്, 7 ടാസ്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് ടാസ്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് ടാസ്ക് തന്നെ നമുക്കൊരു ലാംഗ്വേജ് കമ്പാരിസൺ, അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ടാസ്കിൽ പറയുന്നത്. ഇതിനെ 3 സബ് ആക്ടിവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് മൊത്തത്തിൽ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ദ സ്പെസിഫിക് ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ് കരിക്കുലർ കോണ്ടെക്സ്റ്റ്, ലാംഗ്വേജ് ആൻഡ് ടെക്സ്റ്റ് ബുക്സ് ഓഫ് ഡിഫറെന്റ് സബ്ജക്ട്സ്, ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻസ്, ലാംഗ്വേജ് ഓഫ് ആർട്ടിക്കിൾസ്, സെമിനാർസ്, ഡിബേറ്റ്സ്, വർക്ക്ഷോപ്സ് എക്സെട്ര, ആൻഡ് ലാംഗ്വേജ് യൂസേജ് ഇൻ അതർ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻസ്ട്രക്ഷണൽ കോണ്ടെക്സ്റ്റ്. പ്രിപ്പയർ എ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറെന്റ് കോണ്ടെക്സ്റ്റുകളിൽ എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, ടെക്സ്റ്റ് ബുക്കുകളിൽ, അതുപോലെ ഫോർമലും ഇൻഫോർമൽ ആയിട്ടുള്ള പല ബാക്കി കാര്യങ്ങളിലും എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാനാണ്. അപ്പൊ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, prepare a list of terminologies in English and local languages of a subject textbook at primary, secondary, higher secondary level. ഇതിപ്പോ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആയാലും ഹയർ സെക്കൻഡറി ലെവലിലെ ഏത് ലെവലിലെ ആണെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും മതി. അങ്ങനെ ഒരു സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിലൊരു യൂണിറ്റ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഒരു 30ഓളം വേർഡ്സ് എങ്കിലും നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് ഒരു ടാബുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആദ്യം നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി 1.1 എഴുതിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് എഴുതണം. അതിനുശേഷം അതിന്റെ അടിയിലായിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, നമ്മൾ ഇന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുള്ളത്, അതിലെ ഇന്ന യൂണിറ്റ് ആണ് എടുത്തിട്ടുള്ളത്, ഇത്ര ടോപ്പിക്സ് അതായത് ഇത്ര ചാപ്റ്റേഴ്സ് അതിൽ വരുന്നുണ്ട്, ഇത്ര വേർഡ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടത്. അതിനുശേഷം അതൊരു ടാബുലർ ഫോമിലേക്ക് മാറ്റണം. അതിൽ ഏത് യൂണിറ്റ് ആണ് എന്നുള്ള അതൊക്കെ നമുക്ക് ഹെഡിംഗ് ആയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 5 കള്ളികളിലുള്ള ഒരു ടാബുലർ ഫോമിലേക്കാണ് അത് മാറ്റേണ്ടത്. അതിൽ സീരിയൽ നമ്പർ ആണ് ഫസ്റ്റ് കള്ളിയിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം രണ്ടാമത് ടെർമിനോളജീസ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ടെർമിനോളജീസ് അസെൻഡിംഗ് ഓർഡറിലാക്കിയിട്ട് അതാണ് ടെർമിനോളജീസ് എന്നുള്ള കള്ളിയിൽ എഴുതേണ്ടത്. പിന്നീട് സിനോണിംസ് എന്നാണ് അടുത്ത ടോപ്പിക് വരുന്നത്. അതിന്റെ ഇംഗ്ലീഷ് ഇക്വാലന്റ് എന്താണോ ആ മീനിങ് ആണ് അതിൽ ആ ഒരു കള്ളിയിൽ എഴുതേണ്ടത്. അടുത്തതായിട്ട് അതിന്റെ മലയാളം ഇക്വാലന്റ് ആണ് എഴുതേണ്ടത്. മലയാളത്തിൽ എന്താണ് അതിന്റെ അർത്ഥം വരുന്നതെന്ന്. പിന്നെ അതിന്റെ യൂസേജ്, ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു യൂസേജും കൂടിയാണ് അതിൽ കൊടുക്കേണ്ടത്. അപ്പൊ അത്രയാണ് ആ ഒരു കള്ളിയിൽ വരേണ്ടത്. അങ്ങനെ 30 ടേംസിന്റെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം അതിനൊരു കൺക്ലൂഷനും കൊടുക്കണം. എന്ത് കൺക്ലൂഷനിലേക്കാണ് നമ്മൾ അറൈവ് ചെയ്തെന്നുള്ളത് അതിൽ എഴുതി കൊടുക്കണം. അതിനുശേഷം രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 1.2 എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിന് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ വായിക്കാം. അനലൈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ആൻ എക്സാമിനേഷൻ ആൻഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് യൂസേജസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ലെവൽസ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിനേഷന് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കണം. അതായത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഏത് ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സെലക്ട് ചെയ്തത്, ഏത് ക്ലാസിന്റെ ആണെന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ അതിന്റെ കോണ്ടന്റിന്റെ വ്യാപ്തി എന്തോരമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അനലൈസ് ചെയ്യേണ്ടത്. ടെസ്റ്റ് ഐറ്റംസിന്റെ ഇമ്പോർട്ടൻസ്, ടെസ്റ്റ് ഐറ്റംസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യം തൊട്ട് എഴുതുന്ന പോലെ തന്നെ എസ് എ പാർട്ട് ഓഫ് ബി.എഡ് കരിക്കുലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തുടങ്ങിയിട്ട് ഏത് സ്റ്റാൻഡേർഡിന്റെ ഏത് ക്ലാസിന്റെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് എഴുതാം. അതുപോലെ തന്നെ ഓരോ അനാലിസിസ്, അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പിന്നെ അനലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി അനാലിസിസ് എന്നുള്ള ഒരു ടോപ്പിക്, ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തതിന് ശേഷം അതിൽ ഓവറോൾ ആയിട്ട് ഒരു അനാലിസിസ് ആണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയൊക്കെയാണ് ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ സബ് ടോപ്പിക്സ് ആയിട്ട് ആ അനാലിസിസിനെ കുറിച്ചിട്ട് എഴുതാം. ടെസ്റ്റ് ഐറ്റംസ് ആണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അതിന് വീണ്ടും സബായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ, റൈറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് സ്കിൽസ്, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, ഇതിന്റെയൊക്കെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ളത് എഴുതാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ സ്ട്രക്ചർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് രണ്ടാമതായിട്ട് വരുന്നത്. അതിനുശേഷം ലാംഗ്വേജ് ആൻഡ് ക്ലാരിറ്റി, എങ്ങനത്തെ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ലാംഗ്വേജിന് ക്ലാരിറ്റി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അടുത്തത് കോണ്ടന്റ് ആൻഡ് കവറേജ് ആണ്. എത്രത്തോളം കോണ്ടന്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി കോഗ്നിറ്റീവ് ലെവൽസ് ആൻഡ് സ്കിൽസ് ആണ്. അതിൽ ഏതൊക്കെ ലെവൽസ് ആണ് അത്
ഏതൊക്കെ ലെവൽസ് എൻഹാൻസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ പറയുന്നത് ലെവല് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടൈം മാനേജ്മെന്റിൽ വരുന്നത്. എന്നിട്ട് ഇതിനൊരു കൺക്ലൂഷനും കൂടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ പിന്നെ ഈ ടാസ്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്യും വേണം. ഈ ഒരു ആക്ടിവിറ്റി സംബന്ധമായിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യും വേണം. എല്ലാ പേജസും ഇതിൽ പേസ്റ്റ് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ, നമ്മൾ അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ ആണ്. ആക്ടിവിറ്റി 1.3 എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം അതിന്റെ അടിയിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ എഴുതുകയാണ് വേണ്ടത്. മേക്ക് എ കമ്പാരിറ്റീവ് അനാലിസിസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്രസന്റേഷൻ ആൻഡ് സ്പെസിഫിക് ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ ആൻ ആർട്ടിക്കിൾ ഓർ സെമിനാർ ഓർ ഡിബേറ്റ്സ് ഓർ വർക്ക്ഷോപ്പ് എക്സെട്ര ആൻഡ് പ്രിപ്പയർ റിപ്പോർട്ട്. അപ്പോ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആർട്ടിക്കിൾസ് നമ്മൾ ഒരേ ടോപ്പിക്കിലുള്ള 2 ആർട്ടിക്കിൾസ് സെലക്ട് ചെയ്യുക. അതായത് ഞാനിപ്പോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആനിമൽ ഹസ്ബൻഡറിയുടെ ഒരു കാര്യത്തിലായിരുന്നു, അല്ലെങ്കിൽ പെറ്റിന്റെ ഒരു കാര്യത്തിലായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ പെറ്റിനെ തന്നെ നമ്മൾ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ പേഴ്സ്പെക്ടീവ്സ് എന്തൊക്കെയാണ്, അവരുടെ റൈറ്റിംഗ് സ്കിൽസിലെ വ്യത്യാസം എന്താണ്, ലാംഗ്വേജസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. നമ്മൾ എങ്ങനത്തെ ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്, ആരുടെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് ദ ആർട്ടിക്കിൾസ് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിളും സെക്കൻഡ് ആർട്ടിക്കിളിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് ആർട്ടിക്കിളിന്റെ പേര്, അതുപോലെ പബ്ലിഷ് ചെയ്ത പബ്ലിഷറിന്റെ നെയിം, പിന്നെ പബ്ലിഷ് ചെയ്ത ഡേറ്റ്, സോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു അതായത് ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ അതിനുശേഷം ആർട്ടിക്കിൾ 1 എഴുതിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആർട്ടിക്കിളിന്റെ ഒരു അബ്സ്ട്രാക്ട് അവിടെ, ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ അബ്സ്ട്രാക്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആർട്ടിക്കിൾ 1 എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ആർട്ടിക്കിൾ 1 അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു എന്താ പറയാ ആർട്ടിക്കിൾ 1 കുറിച്ചിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ആർട്ടിക്കിൾ 2 അബ്സ്ട്രാക്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആർട്ടിക്കിൾ 2 ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക. അതിനുശേഷമാണ് ഇതിന്റെ കമ്പാരിറ്റീവ് അനാലിസിസ് വരുന്നത്. കമ്പാരിറ്റീവ് അനാലിസിസിൽ നമുക്ക് എന്തൊക്കെ ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ ഓരോ സബ് ടോപ്പിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. ഇതിൽ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സബ് ടോപ്പിക്സ് പറഞ്ഞാൽ എയിം ആൻഡ് ഫോക്കസ് ആണ്, അതുപോലെ സ്ട്രക്ചർ, നെഗ്ലക്റ്റഡ് ഏരിയാസ്, ലാംഗ്വേജ് ആൻഡ് ടോൺ, മിസലേനിയസ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ആ ആർട്ടിക്കിൾ എഴുതുന്ന ആർക്കും ഒരു എയിമും ഫോക്കസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എഴുതുക. അതുപോലെ സ്ട്രക്ചർ, പിന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് നെഗ്ലക്ട് ചെയ്തിട്ടുള്ളത്, ലാംഗ്വേജും ടോൺ എന്താണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയാസിന്റെ കാര്യങ്ങളും കൂടിയാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം ഒരു കൺക്ലൂഷൻ, ജനറൽ കൺക്ലൂഷൻ കൊടുത്തിട്ടാണ് ഈ ടാസ്ക് അവസാനിപ്പിക്കേണ്ടത്. അപ്പോ ടാസ്ക് 1 എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ടാസ്കിൽ ആക്ടിവിറ്റി 1 എന്ന് പറയുമ്പോൾ അതിൽ ടെർമിനോളജീസ് ആണ് വരുന്നത്. ടെർമിനോളജീസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ പെർസ്പെക്ടീവിൽ വേണം നോക്കി കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന വേർഡ്സ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് 30 വേർഡ്സ് ഒക്കെ കിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ പെർസ്പെക്ടീവിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര കുറച്ച് നമ്പേഴ്സേ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ, അത് പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തേർഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ടോപ്പിക്കിലുള്ള 2 ആർട്ടിക്കിൾസ്, അതായത് ഒരേ സബ്ജക്ട് വരുന്ന 2 ആർട്ടിക്കിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടാസ്കിൽ ശ്രദ്ധിക്കാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹലോ ഡിയേഴ്സ്, ഐ ആം അനക. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ EPC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ റെക്കോർഡിംഗ് വെച്ചിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അതിലൊരു 1 to 7 വരെയുള്ള ടാസ്കുകൾ വരുന്നുണ്ട്. അതിൽ സെക്കൻഡ് ടാസ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ആയിക്കോട്ടെ, ടെക്നിക് സ്കിൽ ആയിക്കോട്ടെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടിക്കൽ ഇത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ് 2 സബ്ജക്ട് ക്ലാസസ് ഓഫ് സെക്കൻഡറി സ്കൂൾസ് ആൻഡ് റെക്കോർഡ് ദ ഡിസിപ്ലിൻ ബേസ്ഡ് ലാംഗ്വേജ്, ടീച്ചർ ലാംഗ്വേജ് ആൻഡ് സ്റ്റുഡന്റ് ലാംഗ്വേജ് വൈ ദി സ്കൂൾസ്, മേക്ക് എ കമ്പാരിറ്റീവ് അനാലിസിസ്. അതായത് ഒരു ഒബ്സർവേഷൻ ആണ് ഇതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ സെക്കൻഡറി സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഒറ്റയ്ക്കുന്ന സബ്ജക്ട് ഏതാണോ ആ സബ്ജക്ടിന്റെ 2 ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ ക്വസ്റ്റിന്റെ തൊട്ട് താഴെയായിട്ട് സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, വിസിറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിസിറ്റ് സ്കൂൾ ആൻഡ് ഇന്ററാക്ട് വിത്ത് സബ്ജക്ട് ടീച്ചേഴ്സ് ഓൺ ഡിസിപ്ലിൻ സ്പെസിഫിക് ലാംഗ്വേജ്. അതായത് ഫസ്റ്റ് എന്താണ്, അതായത് സ്കൂളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതാം, ആസ് എ പാർട്ട് ഓഫ് ബിഎഡ് കരിക്കുലം നിങ്ങൾ ഏത് സ്കൂളാണോ പോകുന്നത് സ്കൂളിന്റെ പേര് എഴുതുക, ഏത് ക്ലാസ് ആണോ കിട്ടിയിട്ട് ആ ക്ലാസ് എഴുതുക, ഏതൊക്കെ 2 ടീച്ചേഴ്സിന്റെ ആണോ ക്ലാസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ പേര് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴേക്ക് നിങ്ങൾ കൊടുക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. അതായത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്, എന്താണ് ഒരു സ്പെസിഫിക് ലാംഗ്വേജും അല്ലെങ്കിൽ ഒരു ജനറൽ അക്കാഡമിക് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ അവരുടെ ചോദിക്കാം.
അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, മൊത്തത്തിലൊരു ജനറൽ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്ത ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതിയ ശേഷം ആ ഒരു ടാസ്ക് അവിടെ തീരും. ആ ടാസ്ക് മീൻസ് ഉദ്ദേശിച്ച ആക്ടിവിറ്റി കേട്ടോ. ഇത് ഫസ്റ്റ് സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ആ ഫസ്റ്റിലെ 2.1 ഉള്ളത് അവിടെ അത് 2.1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഓൾസോ 2 സബ്ജക്ട് ക്ലാസസ് ഓഫ് 2 ഡിഫറെന്റ് ടീച്ചേഴ്സ്. അപ്പോൾ അവിടെ നിങ്ങൾ പ്രിലിമിനറി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് എക്സാമിലേക്ക് 10th ആണ് ടീച്ചർ പ്രിലിമിനറി ഡീറ്റെയിൽസ് ഓഫ് 10th പ്രിലിമിനറി ഡീറ്റെയിൽസ് ഓഫ് ക്ലാസ് എന്ന് കൊടുത്തിട്ട് ഒരു ബോക്സ് വെച്ചിട്ട് നെയിം ഓഫ് ദ ടീച്ചർ കൊടുക്കുക, നെയിം ഓഫ് ദ ഒബ്സർവർ ആരാണ് നിങ്ങളായിട്ട് നിങ്ങളുടെ പേരാണ് കൊടുക്കുക, നെയിം ഓഫ് ദ സ്കൂൾ കൊടുക്കുക, ക്ലാസ് ഏതാണ് എടുത്ത് പിടിച്ച ക്ലാസ് എഴുതുക, ഏതാണ് എന്താ പറയുക സബ്ജക്ട് അത് എഴുതുക, അത് കഴിഞ്ഞാൽ ചാപ്റ്റർ ഏതാണ്, യൂണിറ്റ് ഏതാണ് എഴുതുക, ഡ്യൂറേഷൻ അത് എഴുതുക. അല്ലെങ്കിൽ തൊട്ടുകാട്ടെ പ്രിലിമിനറി ഡീറ്റെയിൽസ് ഓഫ് അടുത്ത ക്ലാസ് അതുപോലെ ബോക്സ് വയ്ക്കുക, നെയിം ഓഫ് ഏതാണ് ടീച്ചർ, ടീച്ചറുടെ പേര് എഴുതുക, ഒബ്സർവറുടെ പേര് എഴുതുക, സ്കൂളിന്റെ പേര് എഴുതുക, ഇതുപോലെ സ്ട്രെങ്ത് എഴുതുക, പിന്നെ അതുപോലെ ഡ്യൂറേഷൻ, അതുപോലെ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ പേര്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് ബോക്സിൽ എഴുതി കൊടുക്കുക. അതാണ് 2.2 നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് 2.3 എന്ന് പറയുന്നത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളാണ് കുറച്ചും എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അതായത് എന്താണ് ചോദ്യം, അതായത് ഐഡന്റിഫൈ ആൻഡ് യൂസ് ദ യൂസ് ഓഫ് ഡിസിപ്ലിൻ സ്പെസിഫിക് ലാംഗ്വേജ് ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ലാംഗ്വേജ് സൈമൾട്ടേനിയസ്ലി. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ടീച്ചർ കോമ്പണന്റ് കൊടുക്കുക. ടീച്ചർ കോമ്പണന്റിൽ ആദ്യം എന്താണ് എന്ത് ലെസൺ പ്ലാനിങ്, അതായത് എങ്ങനെയാണ് ആ ടീച്ചർ ആ ഒരു ഉദ്ദേശിച്ച ദിവസം ടീച്ചർ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് എടുത്ത് കൊടുക്കാനുള്ളത്, അതിന്റെ പ്ലാനിംഗ് ഒക്കെ എങ്ങനെയാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത്, ക്ലാസ്സിൽ എന്തെങ്കിലും നല്ല തരത്തിലുള്ള റെപ്പോർട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. പിന്നെ അന്നത്തെ ദിവസം ആ ക്ലാസ് കഴിയുമ്പോൾ ടീച്ചർ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കൺക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതാണ് ലെസൺ പ്ലാനിംഗ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ടീച്ചർ ക്ലാസ് മാനേജ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെയാണ് ആ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിലുള്ളവർ എല്ലാവരും തന്നെ എന്താ പറയുക ഒരു ശ്രദ്ധ കൊടുത്തിട്ട് എല്ലാവർക്കും തന്നെ ശ്രദ്ധ എത്തിക്കുന്നുണ്ടോ, എല്ലാ സൈഡിലേക്കും ടീച്ചർ എന്താ പറയുക എല്ലാവർക്കും കൊടുക്കുന്നത് ഈക്വൽ ആയിട്ടുള്ള ശ്രദ്ധയ്ക്കാണ് എല്ലാവർക്കും കൊടുക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ, ടീച്ചർ എന്ത് ലാംഗ്വേജിലാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരോട്. മേ ബി ചിലപ്പോൾ ചിലർ എന്താണ് ഫുൾ ഇംഗ്ലീഷിൽ ത്രൂ ഔട്ട് ക്ലാസ് എടുക്കുന്നവരാകും, ചിലർ ഇംഗ്ലീഷ് മലയാളം മിക്സ് ആക്കി എടുക്കും, ചിലർ ഈ പറയാനുള്ള മാത്രം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫുൾ മലയാളത്തിൽ എങ്ങനെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾ കൂട്ട് ഒബ്സർവ് ചെയ്യുന്ന ക്ലാസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഐറണി എന്നൊക്കെ പറയുന്നത് ടേം എന്താണ് ആ ഒരു സ്പെസിഫിക് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണല്ലേ. അപ്പോൾ അങ്ങനത്തെ വരുന്ന ടേംസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ നോക്കുക. അതായത് പെട്ടെന്ന് പിള്ളേരെ ഡിസ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഇടയിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ തിരിച്ചിട്ട് ക്ലാസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടോ നോക്കുക. പിന്നെ എന്താണ് അതുപോലെ പിന്നെ ഒന്നാണ് സ്റ്റിമുലസ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടോണൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതാക്കുക. അതായത് ഒരു എന്താ പറയാ ട്രാജിക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഇതിലേക്ക് എത്തിക്കുക. അതല്ല പെട്ടെന്ന് ഒരു സസ്പെൻസ് ആണ് അടുത്ത മുതൽ ഒരു നരേഷൻ എടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ആണ് വരുന്നുണ്ടെങ്കിൽ സസ്പെൻസ് വരുമ്പോൾ പിള്ളേരിലേക്കും ആ ഒരു സസ്പെൻസിന്റെ ഒരു സെൻസ് എത്തിക്കാനുള്ള ഒരു വോയിസ് മോഡുലേഷൻ അവിടെ ടീച്ചർ നടത്തുന്നുണ്ടോ നോക്കുക. അതാണ് സ്റ്റിമുലസ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇത് സ്റ്റുഡന്റ് കമ്പോണന്റ് വരുന്നത് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ. അതായത് സ്റ്റുഡൻസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ക്ലാസ്സിലെ ആ ഒരു റെസ്പോൺസിനെയാണ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സ്റ്റുഡന്റ് ഡിസിപ്ലിൻ, സ്റ്റുഡൻസ് എങ്ങനെയാണ് ഡിസിപ്ലിൻ ആയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കാറ്റഗറി എന്താണ് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്. ആ ഒരു ടീച്ചറുടെ ക്ലാസ്സിലെ ആ സ്റ്റുഡന്റും ടീച്ചർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നോക്കുക. അതായത് ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണോ അതോ ഭയങ്കര അതോറിറ്ററി ആയിട്ട് റൂഡ് ആയിട്ടാണോ നിൽക്കണേ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് അനലൈസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ടീച്ചറുടെ ഇത്രയും സംഭവങ്ങൾ കറക്റ്റ് ആ ഒരു അനലൈസ് ചെയ്ത് എഴുതിയിട്ട് വീണ്ടും നെക്സ്റ്റ് ടീച്ചറുടെ ഇതേപോലത്തെ ഒബ്സർവ് ചെയ്ത് ഏത് ടീച്ചർ കോമ്പോണൻസ് ലെസൺ മാനേജിന്റെ സംഭവം ക്ലാസ് മാനേജിന്റെ സംഭവം അതുപോലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അതുപോലെ മറ്റേ സ്പെസിഫിക് ലാംഗ്വേജ് ആയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതുപോലെ ടെക്നോളജി സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ടോ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസ് കാണിക്കാൻ മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അതായത് ഒബ്സർവ് ചെയ്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് മറ്റേ ടീച്ചറിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടീച്ചേഴ്സിന്റെയും കറക്റ്റ് ഒരു എന്താ പറയുക ഒബ്സർവ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം ഒരു ജനറൽ കൺക്ലൂഷൻ ഈ ടാസ്കിൽ കൊടുക്കാം കേട്ടോ. അത്രയുള്ളൂ. മെയിൻ ആയിട്ട് ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആവാൻ പോകുന്നതാണല്ലേ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ടീച്ചർ സ്റ്റൈൽസിലും ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ക്ലാസ് മാനേജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആ ടീച്ചർ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് രണ്ട് ടീച്ചേഴ്സിന്റെ ക്ലാസ്സും ഒബ്സർവ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഹലോ, ഐ എം അമൃത. ഞാൻ ഇന്ന് ഫസ്റ്റ് സെമസ്റ്ററിലെ EPCയിലെ തേർഡ് ടാസ്ക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജിംഗ് വിത്ത് നറേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഓഫ് ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ട്രാവലോഗ് ഓർ കോമിക് ഇൻസിഡന്റ് എന്തെങ്കിലും ചൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ അത് നമ്മൾ വായിച്ച് അതിന്റെ നറേറ്റീവ് സ്കെയിൽ എന്താണ്, അതേപോലെ തന്നെ തീം എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണ്, ഓതർ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് നമ്മുടെ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുക. പ്രസന്റ് ചെയ്തതിനു ശേഷം ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുക. അതാണ് നമ്മൾ സെക്കൻഡറി റീഡിംഗ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് ആക്ടിവിറ്റി. അതിനുശേഷം നമ്മൾ 4ാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ച ഈ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ഇൻസിഡന്റ് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിയൽ ലൈഫ് കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യുക. എല്ലാ മെമ്പേഴ്സും ഗ്രൂപ്പിൽ ഇത് പ്രസന്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു സമ്മറി, ഒരു എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടേഴ്സ്, തീം എന്താണ്, നറേറ്റീവ് സ്കെയിൽ എന്താണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മറി തയ്യാറാക്കണം. ഇതാണ് തേർഡ് ടാസ്ക് ഉദ്ദേശിക്കുന്നത്. ഈ ടാസ്ക് ഞാൻ ചെയ്തത് എന്റെ 3 ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പം ഞങ്ങൾ 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബഷീറിന്റെ മതിലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു.
അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇത് വായിച്ച് അതിന്റെ നറേറ്റീവ് സ്കെയിൽ എന്താണ് തീം, എങ്ങനെയാണത് പോർട്രേ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് എങ്ങനെയെല്ലാമാണ് ഇത്, എന്തൊക്കെയാണ് ഇത് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ളത്, എങ്ങനെയാണ് കഥ നരേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഡിസ്കസ് ചെയ്യണ്ടായി. അതിനുശേഷം എങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും മതിലുകളാവുമ്പോ തന്നെ നമുക്കറിയാം അതിന്റെ എന്താണ് തീം എന്നുള്ളത് നമ്മൾ അറിയണ കാര്യമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ആയിരിക്കാം നമ്മൾ റിയൽ ലൈഫുമായിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോരുത്തർ രസകരമായിട്ട് അതിനെ കുറിച്ചിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ആ പ്രസന്റേഷന് ശേഷം ഞങ്ങള് സമ്മറിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമ്മറിയിൽ ഞങ്ങള് ക്യാരക്ടേഴ്സ്, എന്താണ് തീം, എങ്ങനെയാണ് ഇത് സൊസൈറ്റിയിൽ പോർട്രേ ചെയ്യപ്പെട്ടത്, ഇതിന്റെ ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ആ ഒരു നറേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് ഡിസ്കസ് ചെയ്യുകയും അതേപോലെ തന്നെ ഈ സമ്മറിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമ്മറി ഞങ്ങൾ എഴുതുന്ന സമയത്ത് തീം, ക്യാരക്ടേഴ്സ്, പിന്നെ ഇപ്പോഴത്തെ സൊസൈറ്റൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഏതെല്ലാം ഭാഗങ്ങളാണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ട് ആണ് ഈ ഒരു സ്റ്റോറിയിൽ ഇഷ്ടമായിട്ടുള്ളത്. ആ പാർട്സ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ, എങ്ങനെ ഒരു നറേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂലും അതേപോലെ തന്നെ ആസ് എ റീഡർ എങ്ങനെയൊക്കെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട് നല്ല രീതിയിൽ നമുക്കത് പ്രസന്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സമ്മറി എഴുതുമ്പോഴും ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ആ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരുത്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ സമ്മറി എഴുതിയിട്ടുണ്ടായിരുന്നത്. സമ്മറി എഴുതുന്ന സമയത്ത് ഞങ്ങള് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങനെ കൊടുത്തിട്ട് പിന്നെയാണ് ഓരോരോ ഡിവിഷൻ ആയിട്ടാണ് തീം, ക്യാരക്ടേഴ്സ്, എന്താണ് സ്റ്റോറി ലൈന്, പിന്നെ നറേറ്റീവ് സ്കെയിലിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ ആ ഒരു കഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തേത് സെക്കൻഡറി റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹെഡിങ് ആണ്. അതിന് നമ്മൾ നമ്മുടെ ഗ്രൂപ്പുമായി ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത്, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും പേഴ്സ്പെക്റ്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡറി റീഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണത്. പിന്നെ ഞങ്ങള് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ഇതെങ്ങനെയെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോ മതിലുകൾ എങ്ങനെയാണ് എങ്ങനെയെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും അങ്ങനെ സ്റ്റോറീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ട് ഈ ഒരു കഥയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സമ്മറി എഴുതുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് സമ്മറി. അങ്ങനെയാണ് ഈ ഒരു തേർഡ് ടാസ്ക് അവസാനിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എപ്പോഴും അവേഴ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ടൊരു ടൈം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്കൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പിന്നെ ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസകരമായി ചെയ്തൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളും അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. വളരെ നല്ല ഒരു ടാസ്ക് ആണ് തേർഡ് ടാസ്ക്. നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഗ്രൂപ്പുമായി ഡിസ്കസ് ചെയ്ത് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് തേർഡ് ടാസ്ക്. താങ്ക് യു. ഹായ് ഓൾ, ഐ എം നാദിയ ഖാദർ ഫ്രം കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മുടെ EPC ടാസ്കുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. സോ നമുക്ക് 7 ടാസ്കുകളാണ് EPCയിൽ ചെയ്യാനുള്ളത്. അതിൽ 4th ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
സോ ഫോർത്ത് ടാസ്ക് എന്ന് പറയുന്നത് എൻഗേജിങ് വിത്ത് സബ്ജക്ട് ബേസ്ഡ് എക്സ്പോസിറ്ററി റൈറ്റിംഗ്. അതായത് നമ്മുടെ സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് എഴുതാനുള്ളതാണ് ഫോർത്ത് ടാസ്ക് എന്ന് പറയുന്നത്. ഫോർത്ത് ടാസ്കിൽ 5 സബ് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യണം. ആ ടോപ്പിക് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിരിക്കണം. സോ ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അജയ് ശ്രീവാസ്തവ എന്ന ഫേമസ് റൈറ്റർ എഴുതിയിട്ടുള്ള GST റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 5 മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഫോം ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ടാസ്ക് ഈ ടാസ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടോപ്പിക് അല്ല, ആർട്ടിക്കിൾ സെലക്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രിലിമിനറി റീഡിംഗ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ മെമ്പേഴ്സും അത് വായിക്കണം. എന്നിട്ട് അതിന്റെ നമുക്ക് മനസ്സിലായത് എന്താണോ അതൊരു സമ്മറി ആയിട്ട് എഴുതണം. ദെൻ തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി റീഡിംഗ്. സെക്കൻഡറി റീഡിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് നമ്മൾ എത്ര പേരടങ്ങുന്ന ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് അത് വായിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് അതിന്റെ ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് നമ്മളത് എഴുതണം. ദെൻ ഫോർത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ആർട്ടിക്കിളിലെ മെയിൻ കണ്ടന്റ്, അതിലെ മെയിൻ ഡയഗ്രാംസ്, കൺസെപ്റ്റ് മാപ്പിംഗ്, ഇതിനെല്ലാം കുറിച്ച് ഒരു ബ്രീഫായിട്ട് എഴുതാനുള്ളതാണ് ഫോർത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ സെലക്ട് ചെയ്തത് GST റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. സോ GSTന്റെ മെയിൻ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ കൺസെപ്റ്റ് മാപ്പിംഗ് ആയിട്ടുള്ള അതിന്റെ കുറെ ഇംപ്ലിമെന്റേഷൻസ് ഉണ്ട്, ടാക്സ് റേറ്റ്സുകൾ, അതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ ഡയഗ്രാംസ് എല്ലാം ഈ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫിഫ്ത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഓഥറിനെ കുറിച്ചും നമ്മൾ സെലക്ട് ചെയ്ത ആർട്ടിക്കിളിലെ ഓഥറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചും ഡിഫൈൻ ചെയ്യാനാണ്, ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാനുള്ളതായിരുന്നു ഫിഫ്ത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 5 സബ് ആക്ടിവിറ്റീസ് ചേർന്നതാണ് നമ്മുടെ ഫോർത്ത് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് 4 ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടാസ്കിലൂടെ നമുക്ക് ആസ് എ BEd സ്റ്റുഡന്റ് എന്ന രീതിക്ക് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സബ്ജക്ട് ഏരിയാസ് അല്ലെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് ആർട്ടിക്കിൾസ് വായിച്ച് ശീലമുള്ളവരും അല്ലാത്തവരും ഉണ്ടാവും. സോ ഈ ഒരു ടാസ്കിലൂടെ നമുക്ക് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കുന്നതിലൂടെ നമ്മുടെ സബ്ജക്ട് നോളേജ് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ആർട്ടിക്കിൾ വായിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും അതൊരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും അത് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ടാസ്കിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. സോ മാത്രമല്ല ഈ ഒരു ടാസ്കിലൂടെ ഈ ഒരു ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ GST എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും കൂടി ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ടാസ്കിലെ ഈ 5 ആക്ടിവിറ്റീസിന് ശേഷം നമ്മളൊരു ജനറൽ കൺക്ലൂഷനും കൂടി കൊടുത്തിട്ടാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടാസ്ക് 4നെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു. സെമിസ്റ്റർ 1 നമുക്ക് ചെയ്യാനുള്ള ഒരു EPC വർക്കാണ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം റീഡിംഗ് ആൻഡ് റിഫ്ലക്ടിംഗ് ഓൺ ടെക്സ്റ്റ്. ആ ഒരു പ്രാക്ടിക്കൽ വർക്കാണ്. അതിലുള്ള 5ാമത്തെ ഒരു ടാസ്കിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. 5ാമത്തെ ടാസ്ക് വന്നിട്ട് എൻഗേജിംഗ് വിത്ത് ജേർണലിസ്റ്റ് റൈറ്റിംഗ് എന്നുള്ളതായിരുന്നു. അതാണ് അതിന്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. അത് ഒരു 6 സബ് ഡിവിഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ 5ാമത്തെ റിഫ്ലക്ഷൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ബാക്കി 4 ടാസ്കുകൾ വെച്ചിട്ടും കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ടാസ്ക് ആണ് 5ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ 6 സബ് ഡിവിഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 6 സബ് ഡിവിഷൻസിൽ ആദ്യത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിൽ നിന്നോ മാഗസിനിൽ നിന്നോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അവർ പറയുന്നുണ്ട് ഏറ്റവും കണ്ടംപററി ഇൻട്രസ്റ്റ് ഉള്ള ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്
മേ ബി ഇപ്പോ നമ്മുടെ ഒരു സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന സൊസൈറ്റിയിലെ വിഷയങ്ങളോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്തെങ്കിലും ഒരു സംഭവം, ഒരു അങ്ങനെയാണല്ലോ ആർട്ടിക്കിൾ ആയിട്ട് വരിക. അങ്ങനെ ഒരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ആദ്യത്തെ സബ് ഡിവിഷൻ. രണ്ടാമത്തെ അതിൽ പറയുന്നതാണ് ഇനീഷ്യൽ റീഡിംഗ്, പ്രാക്ടീസ്, സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഫോർ എക്സ്ട്രാക്ടിങ് ഇൻഫോർമേഷൻ. ആദ്യം നമ്മൾ ആ ഒരു ആർട്ടിക്കിൾ കിട്ടിയതിന് ശേഷം ആ ആർട്ടിക്കിൾ നമ്മൾ ഫസ്റ്റ് ഒരു റഫ് ഐഡിയ വെച്ചിട്ടൊരു എന്താണ് ഒരു ഓവറോൾ ഐഡിയ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതാണ് അവർ പറയുന്നത് പ്രാക്ടീസ്, സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഫോർ എക്സ്ട്രാക്ടിങ് ഇൻഫോർമേഷൻ. അത് ആ ആർട്ടിക്കിളിലൂടെ എന്താണ് ഓതർ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ ആദ്യം ഗ്രാസ്പ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എല്ലാ ആർട്ടിക്കിളും ആയാലും, ഇപ്പൊ മാഗസീനിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ ആയാലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും സ്ട്രക്ചർ ഉണ്ടാവും. അതിപ്പോ ഓരോ ഓതറിന്റെ അനുസരിച്ചിട്ട് അവരുടെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ ഒരു പറയുന്നത് എന്താ വെച്ചാൽ കരിക്കുലത്തിൽ പറയുന്നത് ഐഡന്റിഫൈ സബ് ഹെഡിങ്സ്, കീവേഡ്സ്, സീക്വൻസ്, ഇല്ലുസ്ട്രേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇൻ ടേബിൾസ് ഓർ ഗ്രാഫ്സ്. ഇപ്പോ എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഗ്രാഫുകളോ അല്ലെങ്കിൽ ടേബിളുകളൊക്കെ ഉണ്ടായിരിക്കും. അതേസമയം ഇനിയിപ്പോ ഇംഗ്ലീഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ കീവേഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ വല്ല ഹിസ്റ്റോറിക്കൽ ക്രോണോളജിക്കൽ ഓർഡറിലാണെന്നുണ്ടെങ്കിൽ സീക്വൻസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ആർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു സബ് ഡിവിഷനിൽ പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു സബ് ഡിവിഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ റീഡിംഗ് ടു ഐഡന്റിഫൈ വ്യൂ പോയിന്റ്, സബ്ജക്ടിവിറ്റി ഓർ പേഴ്സണൽ ബയാസ്, ജേർണലിസ്റ്റ് ആൻഡ് മെറ്റമോർഫിക് ലാംഗ്വേജ് എക്സെട്ര. നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലാവും, ഇപ്പൊ എന്തെങ്കിലും ഒരു കണ്ടംപററി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആർട്ടിക്കിൾ ആണ് നമ്മൾ വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓതറിന്റെ ഒരു പേഴ്സണൽ ബയാസസ് എന്തെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലാംഗ്വേജ് എങ്ങനെയാണ്, ഓക്കെ, അപ്പൊ അങ്ങനത്തെ സബ്ജക്ടിവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ക്രിട്ടിക്കലി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യും. നമുക്കൊരു റിഫ്ലക്ട് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിന് എതിരഭിപ്രായം ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണോ അതിലുള്ളത് എന്നൊക്കെയായിരുന്നു അതില്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അവർ പറയുന്ന ഒരു സബ് ഡിവിഷൻ നമ്മൾ ഇൻഡിവിജ്വലി എന്താ പറയാ ഒരു ടോപ്പിക് എടുത്തിട്ട്, കണ്ടംപററി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ തന്നെ ഒരു ആർട്ടിക്കിൾ, നമ്മളിപ്പോ ഇത്രയും സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതില് ഈ ഒരു ടാസ്ക് ചെയ്ത സമയത്ത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ടാസ്ക് ആണ്. ആദ്യത്തെ 5 സബ് ഡിവിഷൻസും നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ ആദ്യം നമ്മളൊരു ഗ്രൂപ്പായിട്ട്, ഇപ്പൊ ഞങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, EPCക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ കോമൺ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ്, ഒരു കണ്ടംപററി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആദ്യം ഞങ്ങളൊരു തീം സെലക്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഈ ഒരു ടാസ്ക് ഇതിൽ ചെയ്യാനായിട്ട് എടുത്തത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയിട്ടായിരുന്നു. അതിപ്പോ കുറച്ചും കൂടി റെലവെന്റ് ആയിട്ട് ഉള്ള ഒരു വിഷയമായിരുന്നുകൊണ്ട് അൺഎംപ്ലോയ്മെന്റ് പറ്റി ആ ഒരു ടീം സെലക്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങള് ഗ്രൂപ്പിൽ പിന്നെ ഞങ്ങള് തെരഞ്ഞു. അങ്ങനെ തെരഞ്ഞ് ഞങ്ങൾക്ക് ഓൺലൈനിൽ നിന്നാണ് ഒരു കിട്ടിയത്, ഒരു ആർട്ടിക്കിൾ കിട്ടി. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആദ്യം ഇൻഡിവിജ്വലി അത് നമ്മൾ റീഡ് ചെയ്തു. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവർക്കും അതായത് ഫോണുകളിൽ വായിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റീഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണുള്ളത്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്തു. അതിൽ എന്തൊക്കെ എലമെന്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഒബ്ജക്റ്റീവ് എന്താണ്, ആ ഒരു ആർട്ടിക്കിളിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, പിന്നെ അതിന്റെ മെത്തഡോളജി എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പിന്നെ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ എന്തായാലും അതിനൊരു ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടായിരിക്കും, അതെന്തായിരിക്കും, പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ എടുത്ത ആർട്ടിക്കിൾ ആണെങ്കിൽ ഇപ്പൊ റീസെന്റ് സ്റ്റാറ്റസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറയുന്നുണ്ടായിരുന്നു, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, പിന്നെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എന്തായിരുന്നു, അങ്ങനെ എന്തൊക്കെയാണ് അതില് പറയുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ടാസ്ക് അതിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യാനുണ്ടായിരുന്നു. ആ സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ അബ്സ്ട്രാക്ട് ആദ്യം നോക്കി. അതിനുശേഷം അബ്സ്ട്രാക്ട് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ഗ്രിസ്പ് അതിന് കിട്ടും, എന്താണ് അതിലുള്ളത് എന്നുള്ളത് കിട്ടും. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് അവർ ആ ഒരു ആർട്ടിക്കിളിൽ ഒരു ചെറിയൊരു 2-3 പാരഗ്രാഫിൽ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് മെത്തഡോളജി, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, പിന്നെ ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ടുള്ള റെഫറൻസസ് എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തത് അതൊക്കെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. അങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നത്, ആ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ പാരഗ്രാഫ് വൈസ് എഴുതി പോകാൻ അല്ലാതെ സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്തൊക്കെ സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മുടെ അഭിപ്രായത്തിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ അഭിപ്രായത്തിൽ പേഴ്സണൽ ബയാസസ് ഉണ്ടായിരുന്നു, അതിന്റെ ലാംഗ്വേജ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ചെറിയ
പാരഗ്രാഫായിട്ട് എഴുതി. ആ ജേർണലിസ്റ്റിക് ലാംഗ്വേജ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ മെറ്റഫേഴ്സ്, കാരണം ഇത് എംപ്ലോയ്മെന്റ് ഒക്കെ ആയതുകൊണ്ട് എക്കണോമിക്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്, അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ അല്ലാത്തതുകൊണ്ട് മെറ്റമോർഫിക് ലാംഗ്വേജസ് അങ്ങനത്തെ ഒരു ലാംഗ്വേജസ് ആയിരിക്കില്ല, കുറച്ചും കൂടി ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ലാംഗ്വേജ് എങ്ങനെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ ടാസ്കിൽ ചെയ്തത് ഏതെങ്കിലും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് ഞങ്ങൾ എടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് വുമൻ സൊസൈറ്റി എന്നാണ്. അതാണ് ഞങ്ങൾ എടുത്ത ടോപ്പിക്. അപ്പൊ ഈ ഒരു ജേർണല് ആ ഒരു ആർട്ടിക്കിൾ പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എങ്ങനെയാണ് ആർട്ടിക്കിൾ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു വ്യൂ കിട്ടി. അപ്പൊ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു ഐഡിയയിൽ അവരുടെ മെത്തഡോളജി ആവില്ല നമ്മൾ യൂസ് ചെയ്യുക, പക്ഷെ സ്റ്റിൽ ഒരു ആർട്ടിക്കിളിന്റെ സ്ട്രക്ചർ മനസ്സിലായതുകൊണ്ട് എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ വേണ്ടത് എന്നുള്ളതിന്റെ രൂപം മനസ്സിലാക്കിയിട്ട് ഒരു ആർട്ടിക്കിൾ ഞങ്ങൾ സ്വയം എഴുതുകയാണ് ചെയ്തത്. അത് ഇൻഡിവിജ്വലി ചെയ്യേണ്ടതായിരുന്നു. അത് ബാക്കിയുള്ള ടാസ്ക് ഒക്കെ നമ്മൾ ആർട്ടിക്കിൾ ഒക്കെ ചെയ്തതൊക്കെ ഗ്രൂപ്പായിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു ലാസ്റ്റ് വരുന്ന ഈ ഒരു സംഭവം ചെയ്യുന്നത് മാത്രം ഇൻഡിവിജ്വൽ ആയിരുന്നു. അത് ഓരോരുത്തർക്കും പ്രിഫറൻസ് ഉണ്ടായിരുന്നു. എന്റെ പേഴ്സണൽ പ്രിഫറൻസ് വുമൻസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ കീവേഡ്സ് കൊടുത്തു. പിന്നെ അതും ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക ജനറൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് അങ്ങനെ വലിയ ടേബിളുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അങ്ങനെ നമുക്ക് കൊടുക്കും, അങ്ങനത്തെ ആർട്ടിക്കിൾസ് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇതിൽ ഞാൻ ജസ്റ്റ് കീവേഡ്സും സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ആർട്ടിക്കിൾ കംപ്ലീറ്റ് ചെയ്തത്. ഇങ്ങനെയായിരുന്നു ടാസ്ക് 5 ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ഗ്രൂപ്പ് ടാസ്ക് ആണ്, പക്ഷെ ലാസ്റ്റ് എന്ന് വരുന്ന സബ്ഡിഷൻ ഇൻഡിവിജ്വൽ ആണ്. ഈ ഒരു ടാസ്ക് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ പഠിക്കുക, നമ്മൾ എല്ലാ ഈ ഒരു എന്താ പറയാ ഓൺലൈനിലാണെങ്കിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ആർട്ടിക്കിൾ ഉണ്ടാവുക എന്നുള്ള ഒരു റഫ് ഐഡിയ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു ആർട്ടിക്കിളിന്റെ സ്ട്രക്ചർ, അത് എങ്ങനെയൊക്കെയാണ് അവരുടെ എത്രത്തോളം അതിന്റെ പേഴ്സണൽ ബയാസസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിന്റെ സ്റ്റഡിയും കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ് അങ്ങനെ ഒരു പഠിക്കുന്നത്. അപ്പൊ EPC ഇങ്ങനെ ഒരു ടാസ്ക് ഉള്ളത് കാരണം നമുക്ക് പ്രാക്ടിക്കലി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടീച്ചേഴ്സ് ആണ്, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഭാവി ടീച്ചേഴ്സ് ആണ്, അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ നമുക്ക് എങ്ങനെ അതിന് ക്രിട്ടിക്കലി എങ്ങനെ നമുക്ക് ജേർണലിൽ നോക്കിക്കാണാം, ഇങ്ങനത്തെ ഒരു എന്താ പറയാ കഴിവ്, ഒരു ടാലന്റ് ഒരു ടീച്ചർ സ്റ്റുഡന്റിന് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ടാസ്ക് ഹെൽപ്ഫുൾ ആണ്. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അവര് എഴുതിയ ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവരുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസസ് ഒക്കെ അതിലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഒരു പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ടായിരിക്കും ആ ആർട്ടിക്കിൾ നമ്മൾ വായിക്കുന്ന സമയത്ത്. അപ്പൊ എന്താ വെച്ചാൽ അതും ഇതും കൂടി ബ്ലെൻഡ് ആവാത്ത, നമുക്കത് എഴുതുന്ന സമയത്ത് നമ്മുടെ വ്യൂ പോയിന്റിലാണ് നമുക്കത് റിഫ്ലക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ അതൊരു നല്ല കാര്യമായിട്ടാണ് ആക്ച്വലി അറ്റ് ദ എൻഡ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ വേറൊരാളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു എബിലിറ്റിയും കൂടെ അവിടെ കൂടെയാണ്. അപ്പൊ ഓവറോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ആ ഒരു ആദ്യം നമ്മൾ വായിക്കുന്ന ഇനീഷ്യൽ റീഡിങ്ങിൽ തന്നെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ആ ആർട്ടിക്കിളിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് വരുന്നത്. പിന്നെ ഈ BEd ലൈഫിൽ ഇങ്ങനത്തെ ഒരു ആർട്ടിക്കിളിന്റെ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രബന്ധം തയ്യാറാക്കാൻ, കുട്ടികൾക്ക് അതിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ജേർണലിസ്റ്റ് റൈറ്റിംഗിന്റെ ഈ ഒരു ടാസ്ക് നമുക്ക് ഹെൽപ്പ് ആവുന്നുണ്ട്. എൻഗേജിംഗ് വിത്ത് ജേർണലിസ്റ്റ് റൈറ്റിംഗ് തന്നെയാണ് ഹെഡിങ്ങും. അപ്പൊ നമുക്ക് അങ്ങനെ കുട്ടികളിൽ അതിനൊരു കഴിവുണ്ടാക്കി കൊടുക്കാനും നമുക്ക് ഈ ടാസ്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ EPC 5 എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ടാസ്ക് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു സബ് ഡിവിഷനേ വരുന്നുള്ളൂ. ആർട്ടിക്കിളിനെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ന്യൂസ് പേപ്പറിൽ നിന്നാവാം, മാഗസീനിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നാവാം. ഇപ്പൊ എല്ലാ ഓൺലൈൻ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ന്യൂസ് പേപ്പറിലാണെങ്കിലും മാഗസീനിലാണെങ്കിലും അങ്ങനെ എടുക്കുക. അതിന്റെ എല്ലാ ആർട്ടിക്കിളിന്റെ എല്ലാ എലമെന്റ്സും നമ്മൾ അതിൽ ആഡ് ചെയ്യുക. അത് എവിടുന്ന് എടുത്തു, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ അതിനെല്ലാം എഴുതണം. എവിടുന്നാണ് എടുത്തത്, അതിന്റെ ഒരു നമ്പർ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ നമ്പർ ആർട്ടിക്കിൾ നമ്പർ ഉണ്ടാവും, പിന്നെ അതിന്റെ ഓതേഴ്സ് ഉണ്ടാവും, റെഫറൻസ് ഉണ്ടാവും, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ EPC 5 എന്നുള്ളത്. ടാസ്ക് 5 EPC 5 അല്ല, EPC 1 ടാസ്ക് 5ന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓവറോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു അത്. താങ്ക് യു. Hi, I'm Nandita from English option. I'm here to present about the task 6 of EPC for semester 1. The task is to engage with subject related reference books. For that, we divided ourselves, we formed a group based on our own option, and then we selected a topic which is literary theory.
from our option, which is English, and then we referred different books from the library, and then we selected the book Contemporary Literary and Cultural Theory by Pramod K. Nair. Later, we scanned and skimmed the relevant information from the book, like identifying the key features of the book, what are the key theories presented in the book, etc. And then we collected notes on the same book, and then we organized the different the notes into under different subheadings, like which are the key theories presented in the book, who are the key theorists presented in the book, and who are the targeted audience, and what are the key features of the book, etc. Later, we planned a presentation of the book, and then we presented it to the whole group. And the last activity of this task was to conduct a question answer session, and we conducted a question answer session of the same, and the whole members actively participated in this activity, and that's how we completed the task 6 of EPC. Good morning, my name is Jocelyn Stephen and I'm from Social Science Department. I'm here to tell what was on the 7th task of EPC for semester 1. 7th task was based on educational writing and it was divided into 5 sub-activities. The first activity was to choose an educational writing, and for that we choose Dr. Badra's educational essay paper, and the second activity was to divide the group members and each member chose a portion of the essay. Then the third activity was to analyze the idea, arguments and terminologies related to the essay paper or the educational writing. And the fourth and fifth one was to review the essay paper, and it was to relate with an literature review of related educational writing related to the same topic as ours, and we did it and we presented in front of the members of the group, and we explained the each fundamental things that was seen in this essay. So as total, the task 7 was based on the educational writing